ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഈസി ക്വിക്കായിട്ടൊരു പപ്പട ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാനിവിടെ 8-9 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം, നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്താൽ മതി. അതിനായിട്ട് ചെറിയ ഉള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അംഗം തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ 6 ടീസ്പൂൺ എണ്ണയും കൂടി ഇട്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഈ ചെറിയ ഉള്ളി അതിലോട്ടിട്ട് ഒന്ന് ബ്രൗണിഷ് കളറായി വരുമ്പോൾ തന്നെ ഇതിലോട്ട് വറ്റൽമുളകും ഒരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് എന്ന് വെച്ചാൽ പപ്പടത്തിന് ഉപ്പുണ്ടാവും, അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി ഇതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ഒന്ന് വഴറ്റണം. ഒരു ബ്രൗണിഷ് കളറൊക്കെ ആയി വരുമ്പോൾ തന്നെ ഇതിലോട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ചൂടാറാൻ മാറ്റി വെച്ചു. ചൂടാറി കഴിയുമ്പോൾ മിക്സി ജാറിലോട്ട് ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് 3 പപ്പടം, അതും ഓപ്ഷനാണ്, എത്ര പപ്പടം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ 3 പപ്പടം എടുത്തിട്ടുണ്ട്. 3 പപ്പടം കൂടി ഇട്ട് പൊടിച്ചിട്ട് ഈ മിക്സി ജാറിലോട്ട് പിന്നെ ഇട്ട് നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ ഞാൻ പറഞ്ഞ പോലെ? അതെ, നല്ല ഈസി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇനി ഇതിൻ്റെ പൊക്കത്ത് കൂടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി മാറ്റി വെച്ചു. ഞാനിവിടെ മട്ടരി ചോറിൻ്റെ ഒപ്പമാണ് കേട്ടോ ഇത് എടുത്തേക്കണേ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. വായിലൂടെ കപ്പലോടി, അത്രയ്ക്കും അടിപൊളിയായിരുന്നു. നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ.